ജനതാദൾ സുടക്കി തന്നെ മുന്നണി സീറ്റ് നൽകിയില്ലെങ്കിൽ 5 സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാനാണ് ആലോചിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. 5 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടു. സീറ്റ് നിർണയം സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച നടത്താൻ സംസ്ഥാന പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേർന്നു. കിരൺ, സീറ്റ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മുന്നണി വിട്ട സാഹചര്യം, പിളർന്ന സാഹചര്യമുണ്ട് എന്ന് നേരത്തെ ജോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. ഒരു രീതിയിലുള്ള ചർച്ചകളും ഫലവത്താകുന്നില്ല എന്നുള്ളൊരു സൂചനയാണോ ജനതാദള നേതൃത്വം നൽകുന്നതും? അപർണ, ജനതാദൾ എസിന് ഒരു ലോക്സഭാ സീറ്റ് അവകാശവാദം നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. അവർ കഴിഞ്ഞ തവണ മത്സരിച്ച് കോട്ടയം മത്സരിച്ചിരുന്നതാണ്. ഇത്തവണയും അവർക്ക് ഒരു സീറ്റ് വേണമെന്ന് ആണ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോട്ടയമല്ല വേണ്ടത്, അതിന് പകരം മറ്റേതെങ്കിലും ഒരു സീറ്റാണ് വേണം എന്നാണ് ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ പരോക്ഷമായി തന്നെ ഇങ്ങനെ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നൊരു സന്ദേശമാണ് CPM നൽകിയിട്ടുള്ളത്. ഇനിയും ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാവേണ്ടതുണ്ട് ഇടതുമുന്നണിയിലെ. എന്നാൽ ഇന്ന് CPI അവരുടെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ തന്നെ JDS ഇത്തരമൊരു നിലപാടിലേക്ക് നീങ്ങുന്നത്. JDS ഒരു സീറ്റ് വേണം. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ 5 സീറ്റുകളിൽ CPM മത്സരിക്കുന്ന 4 സീറ്റുകളിലും CPI മത്സരിക്കുന്ന 1 സീറ്റിലും സൗഹൃദ മത്സരം നടത്തും എന്നാണ് പ്രധാനമായും പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണി വിട്ട് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത തൽക്കാലം കുറവാണ്. അല്ലെങ്കിൽ ഒരു ബദൽ മത്സരത്തിനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഒരു സമ്മർദ്ദം എന്ന നിലയിൽ തന്നെയാണ് ഈ പാർട്ടിയുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇടതുമുന്നണിയിലെ 2 പ്രധാന പാർട്ടികൾ CPM-ഉം CPI-യും തീരുമാനമെടുത്തിരിക്കുന്നു. തങ്ങളുടെ പാർട്ടിയുടെ വികാരത്തെ മാനിച്ചില്ല എന്നുള്ളതാണ്. ആ വികാരമാണ് അവർ ശക്തമായി തന്നെ പ്രകടിപ്പിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് CPM മത്സരിക്കുന്ന 4 സീറ്റുകൾ ആലത്തൂർ, ആറ്റിങ്ങൽ, കോട്ടയം, വടകര എന്നിവയും CPI മത്സരിക്കുന്ന തൃശ്ശൂരിലും സൗഹൃദ മത്സരം നടത്തും. ഇതിനുവേണ്ടി ജില്ലാ കമ്മിറ്റികളോട് ഇവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കാം, പറ്റിയ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം അതോടൊപ്പം തന്നെ മറ്റു പ്രധാനമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഇത് JDS-നുള്ളിൽ വലിയ ആഭ്യന്തര തർക്കം നേരിടുന്നുണ്ട്. JDS-ന്റെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്ന പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ കിരൺ ബാബു, ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ JDS നീക്കം. സീറ്റ് നിഷേധിച്ചാൽ 5 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് CPI തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നിലെത്തുകയും ചെയ്തു. തൃശൂരിൽ സിറ്റിംഗ് MP CN ജയദേവന് പക്ഷേ സീറ്റില്ല. തിരുവനന്തപുരത്ത് മുൻ മന്ത്രി C ദിവാകരനാണ് സ്ഥാനാർത്ഥി. CPI സംസ്ഥാന കൌൺസിലിന്റേതാണ് തീരുമാനം. ലോക്സഭയിലെ ഏക CPI അംഗമാണെങ്കിലും CN ജയദേവന് വെച്ച് ഒരു റിസ്ക് എടുക്കാൻ CPI തയ്യാറല്ല. ഈ ആലോചനയാണ് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കാരണം. മുൻ ഒല്ലൂർ MLA-യും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസാണ് മത്സരിക്കുക. പാർട്ടി മുഖപത്രമായ ജനയുഗം എഡിറ്ററുമാണ് രാജാജി. CPI-യിൽ ഗ്രൂപ്പുകൾക്ക് അതീതനായ നേതാവ് എന്നതും രാജാജിക്ക് ഗുണം ചെയ്തു. സാധാരണക്കാരനെന്ന ഇമേജും ജനകീയതയും രാജാജിക്ക് അനുകൂലമാകുമെന്നാണ് CPI പ്രതീക്ഷ. മാനസികമായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ല. 42 വർഷമായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറ് തന്നെ എന്തിനും. തിരുവനന്തപുരത്ത് ജയത്തിനപ്പുറം കഴിഞ്ഞ തവണത്തെ പേയ്മെന്റ് സീറ്റ് നാണക്കേട് മാറ്റുക എന്നതാണ് CPI-യുടെ ലക്ഷ്യം. മത്സരത്തെ ഗൗരവമായി കാണുന്നു എന്ന സന്ദേശമാണ് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPI നൽകുന്നത്. C ദിവാകരന് CPM-ഉമായുള്ള അടുത്ത ബന്ധവും CPI പരിഗണിച്ചു. ഏത് കടുത്ത സാഹചര്യത്തിലും ജയിക്കാനുള്ള C ദിവാകരന്റെ കഴിവും പ്രധാനമാണ്. പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ നടപടിക്കിരയായ നേതാവിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയെന്നതും കൗതുകമായി. ഞാൻ എന്ന് ഏത് വെല്ലുവിളിയായിട്ടെടുക്കും, എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല, ഏത് വെല്ലുവിളിയായിട്ടെടുക്കും. മാവേലിക്കരയിൽ മത്സരിക്കാൻ ചിറ്റയം ഗോപകുമാറിനേക്കാൾ നല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ CPI-ക്ക് കിട്ടാനില്ല. 2011 മുതൽ അടൂർ MLA ആയ ഗോപകുമാർ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ്. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായ അടൂരിൽ 2011 കന്നി അംഗത്തിൽ പന്തളം സുധാകരനെ മറികടന്നത് 436 വോട്ടിന് മാത്രം. 2016 ഭൂരിപക്ഷം 26,000-ഓളം. ഈ ജനകീയത മാവേലിക്കരയിലും വിജയഘടകമാകുമെന്നാണ് CPI വിലയിരുത്തൽ. KPMS-ന്റെയും പുന്നല ശ്രീകുമാറിന്റെയും മാത്രമല്ല R ബാലകൃഷ്ണപിള്ളയുടെയും മികച്ച പിന്തുണ ചിറ്റയം ഗോപകുമാറിനുണ്ട്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വ പ്രവർത്തനത്തിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കും. പൊന്നാനിയിൽ 2 വട്ടം മത്സരിച്ചു തോറ്റ PP സുനീർ ഇക്കുറി വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയാകും. മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിൽ സുനീർ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ.
AP സുന്നി വിഭാഗത്തിന്റെ പിന്തുണയും സുനീറിലൂടെ ലഭിക്കുമെന്ന് CPI കണക്കാക്കുന്നു. അതേസമയം സ്ഥാനാർത്ഥിയോട് CPMന് വിമുഖതയുണ്ട്. കുറച്ചുകൂടി ശക്തനായ സ്ഥാനാർത്ഥി വേണമായിരുന്നുവെന്നാണ് CPMന്റെ ചിന്ത. കഴിഞ്ഞ തവണ വയനാട്ടിൽ MA ഷാനവാസിനെ വിറപ്പിച്ചുവിട്ട സത്യൻ മൊഗേരിയെ എന്തുകൊണ്ട് വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന ചോദ്യം സ്വാഭാവികമാണ്. പുരോഗമന നവോത്ഥാന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്ത്രീ പോലും ഇടം പിടിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥികളെ നാളെ അറിയാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. മറ്റന്നാൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചേരാനാണ് നിർദ്ദേശം. സിറ്റിംഗ് MPമാരിൽ P. കരുണാകരൻ മത്സരിക്കില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, സിറ്റിംഗ് MPമാരിൽ ആരെല്ലാം മത്സരിക്കും, ആരെല്ലാം മത്സരിക്കില്ല എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്നു. എന്തെല്ലാം സൂചനകളാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോഴുള്ളത്? അപർണ, P. കരുണാകരൻ ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല. പകരം അവിടെ KP സതീശചന്ദ്രൻ കാസർഗോഡ് നിന്ന് മത്സരിക്കും. കണ്ണൂരിൽ PK ശ്രീമതിക്ക് ഒരു അവസരം കൂടി നൽകാനാണ് CPMന്റെ തീരുമാനം. അതുപോലെ ആറ്റിങ്ങലിൽ A. സമ്പത്ത് വീണ്ടും മത്സരിക്കും. പാലക്കാട് MB രാജേഷും മത്സരിക്കും. ആലത്തൂരിൽ PK ബിജു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകില്ല എന്ന ധാരണയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരുപക്ഷേ PK ബിജുവിന് ഒരു അവസരം കൂടി നൽകാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. PK ബിജു മാറുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാകും. ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും മത്സരിക്കും. ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കാൻ നേരത്തെ ഇന്നസെന്റ് MB വ്യക്തമാക്കിയിരുന്നു. ഇന്നസെന്റിന് പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന് വീണ്ടും തിരുത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഇന്നസെന്റിന് ചാലക്കുടിയിൽ തന്നെ ഒരു അവസരം നൽകും. അല്ലെങ്കിൽ അദ്ദേഹം എറണാകുളത്തേക്ക് മാറുന്നതിന്റെ സാധ്യതകളും പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്തെ ഇന്നസെന്റ് അല്ലെങ്കിൽ മത്സരിക്കാൻ പരിഗണിക്കുന്ന മറ്റൊരു പേര് സംസ്ഥാന സെക്രട്ടറി അംഗം P. രാജീവിൻ്റെതാണ്. കൊല്ലത്ത് മറ്റൊരു സംസ്ഥാന സെക്രട്ടറി അംഗമായ KN ബാലഗോപാലും മത്സരിക്കും. വടകരയിൽ MV ജയരാജൻ ഉൾപ്പെടെയുള്ള പേരുകളും പരിഗണിക്കുന്നു എന്ന സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. KP കുഞ്ഞിക്കണ്ണന്റെ പേരും അവിടെ പരിഗണിക്കുന്നുണ്ട്. നേരത്തെ സതിദേവി മത്സരിക്കുമെന്നായിരുന്നു ധാരണ. കോഴിക്കോട് DYFI മുഹമ്മദ് റിയാസോ MLA പ്രദീപ് കുമാറോ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിലും മലപ്പുറത്തും പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ CPM ആലോചിക്കുന്നു. ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച നിയാസ് പുളിക്കലത്ത് പൊന്നാനിയിൽ മത്സരിക്കും. VP സാനുവിന്റെ പേര് മലപ്പുറത്തും പരിഗണിക്കുന്നുണ്ട്. കോട്ടയത്ത് സുരേഷ് കുറുപ്പിന്റെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അംഗം PK ഹരികുമാറിന്റെ പേരുകളാണ് പരിഗണനയിൽ. ഒരുപക്ഷെ അവിടെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയാലും അത്ഭുതപ്പെടാനില്ല. പത്തനംതിട്ടയിൽ CPM മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ രാജു അബ്രഹാമിനാണ് അവിടെ പ്രഥമ പരിഗണന. ആലപ്പുഴയിൽ AM ആരിഫ്, അരൂർ MLA AM ആരിഫോ CS സുജാതയോ മത്സരിക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. സംസ്ഥാന സെക്രട്ടറി നാളെ, CPM സ്ഥാനാർത്ഥി പട്ടിക നാളെ അറിയാം. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. സ്ഥാനാർത്ഥികളുടെ പേര് വെച്ച് ചർച്ച ചെയ്യാതെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പിരിഞ്ഞു. മത്സരിക്കാനില്ലെന്ന് VM സുധീരൻ KPCCയെ അറിയിച്ചു. 20-നും 25-നും മുമ്പ് സ്ഥാനാർത്ഥിത്വം പൂർത്തിയാക്കാൻ സാധിക്കുന്ന പ്രത്യാശയാണ് ഞങ്ങൾ. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇങ്ങനെ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. KPCC യോഗത്തിൽ സീറ്റ് മോഹികളുടെ നീണ്ട ലിസ്റ്റുമായി എത്തിയ DCCകളുണ്ട്. ആരെയും പിണക്കാതിരിക്കാൻ ലിസ്റ്റേ നൽകാത്തവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മുതിർന്ന നേതാക്കൾ യോഗം തുടങ്ങും മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടി. ഇതോടെ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലേക്ക് കടക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, മുകുൾ വാസ്നിക് എന്നിവർ ഓരോരുത്തരുടെയും അഭിപ്രായം പ്രത്യേകം കേട്ടു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. മെമ്പർമാരുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. പേരുകൾ വെച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. These recommendations will be placed before the screening committee and then finally a decision will be taken in the Central Election Committee. പത്തനംതിട്ടയിൽ സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ ഒഴിവാക്കിയ DCC പട്ടികയെക്കുറിച്ച് അറിയില്ലെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ നേതൃത്വത്തെ അറിയിച്ചു. സമ്മർദ്ദം ശക്തമാക്കി ഗ്രൂപ്പുകൾ രംഗത്തുണ്ട്. KPCC സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇത്തവണയും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ചുരുക്കം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. PJ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച KM മാണി. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ്. മത്സരിക്കുമെന്ന് PJ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും KM മാണിക്കും ജോസ് കെ മാണിക്കും ഒട്ടുമായവില്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണിയുടെ പ്രതികരണവും ഇങ്ങനെ: ഒരു സീറ്റാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? PJ തന്നെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ.
നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. അല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളും അങ്ങോട്ട് അറിയിച്ചു, നമ്മുടെ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ്. മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് നൽകുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. PJ ജോസഫിന്റെ കാര്യത്തിൽ 1989 ആവർത്തിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യമുന്നണി വിടുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് PJ ജോസഫിന്. മൂവാറ്റുപുഴ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് 3ാം സ്ഥാനത്തെത്താൻ മാത്രമേ അന്ന് സാധിച്ചു. ലോക്സഭാ സീറ്റിന്റെ പേരിൽ UDFുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ചരിത്രമുണ്ട് PJ ജോസഫിന്. 1977 രണ്ടായ PJ ജോസഫും KM മാണിയും പിന്നീട് 1985 ഒന്നായത് ഇടുക്കി സീറ്റിന് വേണ്ടിയായിരുന്നു. പക്ഷേ മുകുന്ദപുരം നൽകി കോൺഗ്രസ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. ഇതേ ഇടുക്കിയെ ചൊല്ലിയാണ് പിന്നീട് ജോസഫ് മുന്നണി വിട്ടത്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് PJ ജോസഫിന് നീക്കിവെച്ചത് ഇടുക്കി മണ്ഡലമായിരുന്നു. എന്നാൽ തന്റെ പാർട്ടി നേരത്തെ ജയിച്ച മൂവാറ്റുപുഴ തന്നെ വേണമെന്നായിരുന്നു ജോസഫിന്റെ നിലപാട്. കിട്ടാതെ വന്നപ്പോൾ മുന്നണി വിട്ടു. ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയായി. പക്ഷേ 68,811 വോട്ടുമായി മൂന്നാമതെത്താനേ കഴിഞ്ഞുള്ളൂ. മാണി കോൺഗ്രസ് സ്ഥാനാർത്ഥി PC തോമസ് മണ്ഡലത്തിൽ ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് LDFിൽ കയറിക്കൂടിയ ജോസഫ് മത്സരിച്ചത് 89 വേണ്ടെന്ന് പറഞ്ഞ അതേ ഇടുക്കിയിലായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി തരംഗത്തിൽ PJ ജോസഫ് തോറ്റു. 2019 വീണ്ടും മാണി ഗ്രൂപ്പിന്റെ ഭാഗമായ ജോസഫ് 2ാം സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പണ്ട് വേണ്ടെന്ന് പറഞ്ഞ ഇടുക്കി സീറ്റോ ഇടുക്കി കിട്ടിയില്ലെങ്കിൽ പഴയ മുകുന്ദപുരത്തിന്റെ ഭാഗങ്ങൾ ചേർന്ന ചാലക്കുടിയെ വേണമെന്ന നിലപാടിലാണ് ജോസഫ്. പാർട്ടി സീറ്റ് തന്നാ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മൾ റിക്വസ്റ്റ് വെച്ചു, അങ്ങനെയാണല്ലോ. നിലവിൽ മാണി ഗ്രൂപ്പിന്റെ കൈവശമുള്ള കോട്ടയത്തിന് പുറമെ സീറ്റുകളൊന്നും നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്താൽ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും തീരുമാനമല്ലെന്നുമാണ് തുഷാർ പ്രതികരിച്ചത്. മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നേരത്തെ മുതൽ ഇത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചില തീരുമാനങ്ങൾ നമ്മൾ പാർട്ടിയുടെയും അതുപോലുള്ള ഘടകകക്ഷികളിലേക്ക് തീരുമാനത്തിൽ മാറ്റേണ്ടി വരുമല്ലോ. അത് വരും ദിവസങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കും. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. ഈ കേരളത്തിൽ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്നൊരു അഭിപ്രായം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങളാരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ കേരളത്തിൽ ആരും പറയുന്നതും കേട്ടിട്ടില്ല. 91 കോലീബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് K കരുണാകരനായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ. താൻ പാർലമെന്റിൽ എത്താതിരിക്കാൻ രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യത്തിന് മുൻകൈയെടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുന്ന കാലം. ബേപ്പൂരിൽ RSS ബന്ധമുള്ള ഡോക്ടർ മാധവൻകുട്ടിയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗും സ്വതന്ത്രരായി മത്സരിക്കുന്നു. 2 സ്ഥാനാർത്ഥികൾക്കും UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കോൺഗ്രസിലെ KP ഉണ്ണികൃഷ്ണൻ. പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചുപോയെങ്കിലും കോലീബി സഖ്യം യാഥാർത്ഥ്യമായിരുന്നുവെന്ന് KP ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. പിന്നിൽ പ്രവർത്തിച്ചത് ലീഡർ K കരുണാകരൻ. സഖ്യം രൂപപ്പെടുത്തിയതിൽ പ്രധാന ഒരു പങ്ക് വഹിച്ച് ഞാൻ മനസ്സിലാക്കിയത് കരുണാകരൻ തന്നെയാണ്. ലീഗ് കൂടെ നിന്നൊന്ന് മാത്രം. എന്നെ എങ്ങനെയെങ്കിലും പാർലമെൻറ്റിൽ അയക്കരുത് എന്നുള്ള ഒരു നിർബന്ധത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു സഖ്യമാണ്. പക്ഷെ അത് മുസ്ലിം ചെറുപ്പക്കാരും സ്ത്രീകളുമൊക്കെ അതിനെതിരായി ശക്തിയായി റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ജയിച്ചു, സഖ്യം പരാജയപ്പെട്ടു. രാജീവ് ഗാന്ധി വിമർശകനായിരുന്നു അന്ന് KP ഉണ്ണികൃഷ്ണൻ. ബോഫേഴ്സ് കേസിൽ പാർലമെന്റിലെ ഉണ്ണികൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാജീവ് ഗാന്ധി കുഴങ്ങി. രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കരുണാകരൻ സഖ്യനീക്കം നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. താൻ പാർലമെന്റിൽ വീണ്ടും എത്തുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം. മുസ്ലിം ലീഗും ഈ നീക്കത്തിനൊപ്പം നിന്നു. രാജീവ് ഗാന്ധിക്ക് ഞാൻ പാർലമെന്റിൽ തിരിച്ചു വരരുത്, ബോഫേഴ്സ് കേസിന്റെ ഫലമായിട്ട്
എന്ന ഒരു ശക്തിയായ നിർബന്ധമുണ്ടായിരുന്നു. അതനുസരിച്ചില്ല, വരില്ല എന്ന് കരുണാകരൻ വാഗ്ദാനം കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയാന്നൊക്കെ പറയണ്ടാവില്ല, അറിയില്ല. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ടി.കെ. ഹംസയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി. ബി.ജെ.പി. ബന്ധമെന്ന വിമർശനമുയർന്നതോടെ സ്വന്തം സ്ഥാനാർത്ഥിയെന്ന് തെളിയിക്കാൻ ബേപ്പൂരിൽ അന്നത്തെ ലീഗ് പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ പ്രചാരണത്തിനിറങ്ങി. സഖ്യത്തെ പരാജയപ്പെടുത്തി രണ്ടിടങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. അമേഠിയിൽ തോക്ക് നിർമ്മാണശാലയ്ക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഒരു ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അതേ ചൊല്ലി ദേശീയ രാഷ്ട്രീയത്തിൽ വിവാദത്തിന്റെ വെടിപൊട്ടി തുടങ്ങി. കള്ളം പറയാൻ താങ്കൾക്ക് നാണമില്ലേ എന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചാണ് രാഹുൽ ഗാന്ധി വിവാദത്തിന് തുടക്കമിട്ടത്. തോക്ക് നിർമ്മാണശാലയ്ക്ക് 2010-ൽ താൻ തറക്കല്ലിട്ടതാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. അമേഠിയുടെ വികസനം കണ്ട് രാഹുൽ ഗാന്ധി ഭയപ്പെട്ടു എന്നായിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പരിഹാസം. नई अमेठी का नया अध्याय, शिलापट का अनावरण. അമേഠിയിൽ തോക്ക് നിർമ്മാണശാലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് ഇന്നലെയായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മണ്ഡലത്തെക്കുറിച്ച് മറക്കുന്നവരാണ് ചില നേതാക്കളെന്നും ജയിച്ചവരേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മണ്ഡലത്തിനു വേണ്ടി സ്മൃതി ഇറാനി ചെയ്തുവെന്നും പ്രധാനമന്ത്രി കോൺഗ്രസ് അധ്യക്ഷനെ ലക്ഷ്യമിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി രംഗത്തെത്തി. കള്ളം പറയാൻ താങ്കൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചായിരുന്നു രാഹുലിന്റെ ഹിന്ദിയിലുള്ള ട്വീറ്റ്. 2010-ൽ താൻ തറക്കല്ലിട്ട ഫാക്ടറിയാണത്. ചെറിയ തോതിൽ ആയുധ ഉൽപാദനവും അവിടെ നടക്കുന്നുണ്ടെന്നും രാഹുൽ കുറിച്ചു. രാഹുലിന്റെ ട്വീറ്റ് ചർച്ചയായതോടെ മറുപടിയുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. അമേഠിയുടെ വികസനം കണ്ട് രാഹുൽ ഗാന്ധി ഭയന്നു എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ ആദ്യ ട്വീറ്റ്. താങ്കളാണ് നുണ ആവർത്തിക്കുന്നതെന്നും എന്ന് തറക്കല്ലിട്ടു എന്ന കാര്യം പോലും താങ്കൾക്ക് ഓർമ്മയില്ലെന്നും രാഹുലിനെ പരിഹസിച്ച് രണ്ടാമതും സ്മൃതി ഇറാനി ട്വീറ്റ് ചെയ്തു. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ ബി.ജെ.പി. രംഗത്തിറക്കിയെങ്കിലും 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം രാഹുലിനെ തന്നെ പാർലമെന്റിലേക്ക് അയച്ചു. ഇത്തവണയും സ്മൃതിയെ തന്നെ ബി.ജെ.പി. കളത്തിലിറക്കുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കശ്മീരിൽ കൊല്ലപ്പെട്ട CRPF ഓഫീസറുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ മന്ത്രിമാർ ആരും എത്താത്തത് ബീഹാറിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സങ്കൽപ് റാലിയുടെ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ. കൊല്ലപ്പെട്ട ജവാൻ പിന്റുകുമാറിന്റെ കുടുംബവും സർക്കാരിനെതിരെ രംഗത്തെത്തി. पराक्रमी भारत के लिए भारत माता की, विजयी भारत के लिए भारत माता की, वीर जवानों के लिए भारत माता की. ജവാന്മാർക്കായി മുദ്രാവാക്യം മുഴങ്ങി ഉച്ചത്തിൽ തന്നെ. 2010-ന് ശേഷം ആദ്യമായി മോദിയും നിതീഷ് കുമാറും വേദി പങ്കിടുന്നുവെന്ന രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ടായിരുന്നു ഇന്നലെ പട്നയിൽ നടന്ന संकल्प रैली के. अब ये चुनाव आने वाला है और माननीय प्रधानमंत्री जी, बिहार के लोग आपको आश्वस्त करते हैं कि हम 40 में 40 सीट जीतेंगे. ये हम लोगों का संकल्प है. മുഖ്യമന്ത്രിയും NDA നേതാക്കളും മന്ത്രിമാരുമെല്ലാം റാലിയുടെ തിരക്കിലായപ്പോൾ അവർ മറന്നുപോയ മറ്റൊരു സംഭവമുണ്ട്. ഹന്ദ്വാരയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ പിന്റുകുമാർ സിംഗിന്റെ ഭൗതിക ശരീരം ഇതേ ദിവസമാണ് ഏതാനും കിലോമീറ്റർ അകലെയുള്ള പട്ന വിമാനത്താവളത്തിലെത്തിച്ചത്. മൃതദേഹം ഏറ്റുവാങ്ങാനോ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനോ ഒരൊറ്റ മന്ത്രിയും അവിടെ എത്തിയിരുന്നില്ല. ജില്ലാ മജിസ്ട്രേറ്റും ഉയർന്ന CRPF പോലീസ് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമെല്ലാം ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. നേതാക്കൾ മറന്നാലും ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വൻ ജനാവലി ഒഴുകിയെത്തി. മുഖ്യമന്ത്രി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്താത്തതിനെതിരെ പിന്റുകുമാറിന്റെ കുടുംബം രംഗത്തെത്തി. കസേര സംരക്ഷിക്കുന്നതിൽ മാത്രം വ്യാപൃതരാണ് നേതാക്കളെന്ന് സഹോദരൻ മിഥിലേഷ് കുമാർ ആരോപിച്ചു. रैली को महत्व दिया गया, शहीद को तो बाद में भी देखा जा सकता है. मरने वाला तो मर गया, मंत्री जी को क्या लेना है, मरा गया हो गया. कुर्सी बचाएगा, अपनी कुर्सी बचाने के फेरे में नहीं आए. इसी से तो पता चलता है कि हमारी सरकार सेना के पीछे कितना मदद कर रहे हैं. ബീഹാറിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് സംഭവം വഴിവെച്ചിരിക്കുന്നത്.
ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. വങ്കനാട്ടിൽ അതിജീവനത്തിനായി CPM കോൺഗ്രസിന്റെ കൈത്താങ് തേടുമ്പോൾ തെളിയുന്നത് പാർട്ടി നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കോൺഗ്രസുമായി പടപൊരുതി ബംഗാളിൽ അധികാരം പിടിച്ച CPM ആണ് അതിജീവനത്തിനായി ഒടുവിൽ കോൺഗ്രസിന്റെ തന്നെ സഹകരണം തേടുന്നത്. ഈ വാർത്തയോടുകൂടി പൂർണ്ണമാകുന്ന വോട്ട് ഇന്ത്യ വോട്ട്. വീണ്ടും നാളെ. നമസ്കാരം. 2 സീറ്റെങ്കിലും ജയിക്കാൻ പാടുപെടുന്ന CPM ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കുന്നത് ചരിത്രത്തിലെ വലിയ വൈരുദ്ധ്യമാണ്. 4.5 പതിറ്റാണ്ട് മുമ്പ് അരിവാൾ ചിഹ്നം ഉയർത്തിപ്പിടിച്ച വങ്കനാട്ടുകാരെ അടിച്ചൊതുക്കിയത് ഇതേ കൈപ്പത്തിയാണ്. ഇന്ദിരാഗാന്ധിയുടെ വലങ്കയ്യായ സിദ്ധാർത്ഥ് ശങ്കർ റേ മുഖ്യമന്ത്രിയായിരുന്ന 1972-77 കാലം CPM പ്രവർത്തകരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയായിരുന്നു റേ. നൂറുകണക്കിന് CPMകാർക്ക് ജീവൻ നഷ്ടമായി. വീടുകൾ ചുട്ടെരിച്ചു. അതിഭീകരമായ നരനായാട്ട്, അർദ്ധഫാസിസ്റ്റ് ഭീകരവാഴ്ചയെന്നാണ് ജ്യോതി ബസുവും സഖാക്കളും അതിനെ വിശേഷിപ്പിച്ചത്. സിദ്ധാർത്ഥ് ശങ്കർ റേയെ പ്രതിരോധിക്കാൻ നടത്തിയ ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ജ്യോതി ബസു 77-ൽ ബംഗാൾ മുഖ്യമന്ത്രിയായി. പിന്നീട് 34 വർഷം നീണ്ട ഇടതു ഭരണം. ബുദ്ധദേവ് ഭട്ടാചാരി എന്ന ബംഗാളിലെ അവസാന ഇടതു മുഖ്യമന്ത്രി പടിയിറങ്ങുമ്പോഴേക്കും ചുവപ്പ് മങ്ങി. നഷ്ടപ്രതാപകാലത്തിന്റെ തുടക്കം. 2004-ൽ ജംഗിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രണബ് മുഖർജി CPM ഔദാര്യത്തിൽ വിജയിച്ചു കയറിയതും ഇതേ നാടിന്റെ ചരിത്രം. പക്ഷേ ആശയ ചേരിതിരിവുകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ CPM ഇപ്പോൾ കോൺഗ്രസിന്റെ കൈത്താങ് തേടിയെത്തുന്നു. അവശേഷിക്കുന്ന 2 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് വിസ്മൃതരാകാതിരിക്കാൻ അതിപ്പോൾ കോൺഗ്രസിനേക്കാൾ CPMന്റെ അനിവാര്യതയാണ്. ന്യൂസ് 18 ഡൽഹി.